നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ശിശുപരിപാലനത്തെക്കുറിച്ചാണ്. അതിനായി തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ R ജയപ്രകാശ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഒരുപക്ഷെ ഇന്നത്തെ കാലത്തിലായിരിക്കും ഈ ശിശുപരിപാലനം എന്നുള്ള ആ ഒരു ടോപ്പിക് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത്. അച്ഛൻ അമ്മ ജോലിക്കാരായിരിക്കും, അവർ ജോലിക്ക് പോകും, കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡേ കെയർ സെന്ററിലേക്ക് വിടുന്ന ഒരവസ്ഥ. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ശിശുപരിപാലനത്തിന്? ഈ ശിശുപരിപാലനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു ശാസ്ത്രീയമായ ഒരു വിഷയമാണ്. ഇപ്പം നമ്മളുടെ നാട്ടിലെ ഒരു പ്രത്യേകത, ശിശുപരിപാലനം എന്നൊരു പ്രത്യേകമായ ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണമെന്നുള്ള രീതിയിലോ ഉള്ള ബോധം നമ്മളുടെ മാതാപിതാക്കളിൽ ഇനിയും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ, ഞങ്ങളെപ്പോലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും അതാണ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ. കാരണം ഈ ഒരു കുട്ടിയെ ഓരോരോ പ്രായത്തിനും അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കേണ്ടതുണ്ട്. ചെറിയ കുട്ടികളോടുള്ള സമീപനം, ഇത്തിരിയും കൂടെ വലുതാകുമ്പോൾ 1 വയസ്സുള്ള കുട്ടിയോടുള്ള, 2 വയസ്സുള്ള കുട്ടിയോടുള്ള സമീപനം, ഇങ്ങനെ വ്യത്യസ്തമായ സമീപനങ്ങളിലേക്ക്. അപ്പോൾ ഇത് ആ കുട്ടിയുടെ വളർച്ചാഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കുട്ടിയോടുള്ള സമീപനം മാതാപിതാക്കൾ പുലർത്തേണ്ട രീതിയിൽ വ്യത്യസ്തത വരുന്നത്. അപ്പോൾ ഇത് ആകെയുള്ള ഒരു നമ്മളുടെ സമ്പത്തെന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മളുടെ മുമ്പേ ഉള്ള 1 or 2 മുമ്പേ ഉള്ള തലമുറകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതേപോലെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഇതിൽ വലിയ അപകടവും ഇരിപ്പുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഈ പഴയ കാലത്തിലെ തലമുറയിലുള്ള ആൾക്കാർ പറയുന്നത്, കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല, സ്നേഹം മനസ്സിലേ ഇരിക്കാവുള്ളൂ, ഒരിക്കലും ഇത് പ്രകടിപ്പിക്കാൻ പാടില്ല, പ്രകടിപ്പിച്ചാൽ കുട്ടികൾ അനുസരിക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായൊരു കടുത്ത ഒരു ആധിപത്യ മനോഭാവമുള്ള പേരന്റിങ് ആണ് പൊതുവിൽ ഈ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നിയന്ത്രണം, ഈ അടുത്ത് പെരുമാറാത്ത സാഹചര്യം, അല്ലെങ്കിൽ അവരെ ദൂരെ നിർത്തി അനുസരിപ്പിച്ച് സ്ട്രിക്റ്റായിട്ട് അനുസരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, അതാണ് ശരി എന്നുള്ളതാണ് പൊതുവിൽ വെച്ച് പുലർത്തുന്നത് തലമുറകളായി. പക്ഷേ ഇത് വളരെ അബ്സേർഡായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. ഈ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനം ശിശുപരിപാലനത്തിലുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ, കുട്ടി സ്നേഹിക്കപ്പെടുന്നു എന്ന് കുട്ടിക്ക് മനസ്സിലാകുകയും വേണം. അൺകണ്ടീഷണൽ ലവ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കരുത് നിങ്ങൾ കുട്ടിയെ സ്നേഹിക്കുന്നത്. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സുരേഷ് എന്നാണ്. ശരി സുരേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടിക്ക് 10 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് 6 വയസ്സായി. ഈ 2 കുട്ടികളും ഒരാൾക്ക് കൂടുതൽ നമ്മൾ എന്തെങ്കിലും കെയർ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ കുട്ടി വളരെ പെട്ടെന്ന് ഡെസ്പ് ആവുന്ന ഒരു രീതിയുണ്ട്. മറ്റേ കുട്ടിക്ക് കൊടുത്താൽ ഈ ആൺകുട്ടിയും മൂത്ത കുട്ടിയും ഡെസ്പ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? രണ്ടുപേരെ ഒരേ സമയത്ത് ഇത് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് 6 വയസ്സുള്ള കുട്ടിയും 10 വയസ്സുള്ള കുട്ടിയും അല്ലേ? ഇപ്പൊ 6 വയസ്സുള്ള കുട്ടിയും 10 വയസ്സുള്ള കുട്ടിയും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കൊള്ളാം, നല്ല കാര്യം, നല്ല സ്പേസിംഗ് ആണ്. നമ്മളിപ്പോൾ പറയാറുണ്ട് സ്പേസിങ് കൂടുതലാകാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ 6 വയസ്സുള്ള കുട്ടിയോടുള്ള സമീപനത്തിലും 10 വയസ്സുള്ള കുട്ടിയോടുള്ള സമീപനത്തിലും ചില വലിയ വ്യത്യാസം വരേണ്ടതില്ല, ചെറിയ വ്യത്യാസങ്ങളുടെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം കാണേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ ഒരുമിച്ച് സന്തോഷിപ്പിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഫിക്സഡ് ടൈം വെക്കണം. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു 5 മണിയുണ്ട്, അല്ലെങ്കിൽ ഒരു 6 മണി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 6 മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദിനചര്യയിലും വീട്ടിലെ ദിനചര്യയിലും ഒക്കെ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം വരുത്തിക്കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളോടൊപ്പം ഒരു അരമണിക്കൂറോ കഴിയുമെങ്കിൽ 1 മണിക്കൂറോ ഒരുമിച്ച് ചെലവഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുമിച്ച് ചെലവഴിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് ഉപദേശിക്കാനൊന്നുമല്ല, അവർക്ക് എന്ത് കളിയാണോ ഇഷ്ടം ആ കളി. പന്ത് കളിയാണെങ്കിൽ പന്ത് കളി, അതല്ല ക്രിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, ഓടിക്കളിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും പടം വരയ്ക്കുകയോ നിറം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കണക്കുള്ള കളിയാണെങ്കിൽ അങ്ങനെ. എന്ത് കളിയാണോ കുട്ടിക്ക് ഇഷ്ടമുള്ളത് അത് കുട്ടിയും മത്തും. അപ്പോൾ ചിലപ്പോൾ ഇവർ തങ്ങളിലൊരു തർക്കം വരും, എനിക്ക് പന്ത് കളിച്ചാൽ മതി, മറ്റേ ആൾ ചിലപ്പം പറയും ചെസ് കളിച്ചാൽ മതി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചാൽ മതി എന്ന് പറയുന്നെങ്കിൽ
നമ്മൾ അതിനകത്ത് നമ്മളൊരു തന്മയത്വം എടുക്കണം. അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കിക്കൊണ്ട് അപ്പോഴത്തെ സാഹചര്യത്തിന് ഒത്തത് ഏതാണെന്ന് നോക്കിക്കൊണ്ട് ഒരു കളിയിലേക്ക് രണ്ടുപേരെയും കൂടെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ചെറിയ തർക്കങ്ങൾ ഇവർ തങ്ങളിൽ ഉണ്ടാകും. ആ തർക്കങ്ങളെ നമ്മൾ അതേ അർത്ഥത്തിൽ അങ്ങ് എടുക്കുക എന്നും വേണ്ട, എന്നാൽ നമ്മൾ ആ തർക്കത്തിനെ രൂക്ഷമായി നേരിടാൻ ശ്രമിക്കുകയും വേണ്ട. നെഗോഷിയേറ്ററുടെ റോളിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ഒരു കളി, അപ്പോൾ ഇന്ന് നമ്മൾ കളിച്ച ഒരാൾ പറഞ്ഞ കളിയാണെങ്കിൽ നാളെ വീണ്ടും ഈ തർക്കം നിൽക്കുന്നെങ്കിൽ മറ്റേ ആൾ പറയുന്ന കളിയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമുക്ക് അവരുമായിട്ടൊരു നിശ്ചിത സമയം കളിപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട വഴിയെന്ന് പറയുന്നതും ഈ കളി ഒരുമിച്ചുള്ള കളിയാണ്. ഈ ഒരുമിച്ചുള്ള കളിയിലൂടെ നിങ്ങൾക്ക് കുട്ടിയെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കുട്ടിയുടെ സ്വഭാവ രീതികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ കുട്ടിയുമായിട്ട് ഗാഢമായിട്ടുള്ള അടുപ്പം, ഇൻറ്റിമസി. നമ്മൾ വിചാരിക്കും നമുക്ക് ഇൻറ്റിമസി ഉണ്ടെന്ന് കരുതും, പക്ഷേ അങ്ങനെ നമുക്ക് കരുതാൻ കഴിയില്ല. ഞങ്ങൾ ഇതിനെ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിശ്ചിത സമയം ദിവസവും എത്ര തിരക്കാണെങ്കിലും നമ്മുടെ ദിനചര്യകളിൽ ക്രമപ്പെടുത്തിക്കൊണ്ട്, വീട്ടിലെ ദിനചര്യയും ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓഫീസ് മുറിയിലേക്ക് പോയി, നമ്മളുടെ സ്വന്തം മുറിയിൽ പോയി നമ്മൾ ചില അസൈൻമെൻറ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള തിരക്കൊന്നും നമ്മൾക്ക് വെച്ചാൽ പുലർത്താൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത്, ചൈൽഡ് സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത്, നിങ്ങൾ കുട്ടികളെ പ്രസവിക്കുകയും കുട്ടികളെ ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു സ്പെൻഡ് സം ടൈം വിത്ത് ദ ചിൽഡ്രൻ. അതാണ് നമ്മൾ അത് നമ്മളെ ഉത്തരവാദിത്വത്തിൻ്റെ പ്രൈമറി ഉത്തരവാദിത്വം തന്നെയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഇന്നത്തെ കാലത്ത് ഈ അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സമയമില്ല എന്നത് തന്നെയായിരിക്കും ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണമാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അതായത് ഈ പലപ്പോഴും ഇപ്പം ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ട് വരികയാണ് ഞാൻ രാവിലെ. അപ്പോൾ നമ്മൾ ഈ മുൻഗണനാക്രമങ്ങൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാതാപിതാക്കൾ സമയമില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കത്തതേ ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെ മുൻഗണനാ ക്രമം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ 2 അസൈൻമെൻറ്റ് പൂർത്തിയാക്കി നാളെ അത് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. നമ്മൾ വീട്ടിൽ ചെന്നാൽ യു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 1 hour വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി, വീട്ടിലുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടി. ഇനി ഭാര്യയും കൂടെ കുട്ടിയും അമ്മയും ഉണ്ടെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ലത്. അങ്ങനെ 4 പേരോ 3 പേരോ കൂടെ ചേർന്ന് ഒരുമിച്ചുള്ള ഒരു വേള നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടി വളരുന്ന മുറയ്ക്ക് കുട്ടിയുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അതിലേക്ക് എത്താം. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സുരേഷ്. ശരി, സുരേഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. സുരേഷ് അല്ലേ നേരത്തെ വിളിച്ചത്? അല്ലല്ല, ഞാൻ ആദ്യമായിട്ട് വിളിച്ചത്. ശരി ശരി സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കുട്ടികളെ പലരും രക്ഷകർത്താക്കൾ ഈ ഡേ കെയർ പോലുള്ള സെന്ററുകളിൽ ഇപ്പോൾ കുട്ടികളെ ആക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് കുട്ടികൾക്ക് ആ മാതാപിതാക്കളുമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒഴിവാകുകയല്ലേ? അവരുടെ വളർച്ചയിൽ അത് ശരിക്കും ഭാവിയിൽ അത് ഒരു നല്ലൊരു രീതിയിലേക്കുള്ള ഒരു പോക്കാണോ എന്ന് ഡോക്ടർ തോന്നുന്നുണ്ടോ? ഇതൊരു നല്ല ചോദ്യമാണ്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് നാട്ടിലിപ്പം വളരെ വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. 2 വയസ്സൊക്കെ ആകുമ്പോഴേ തന്നെ കുട്ടിയെ ഡേ കെയറിലും നഴ്സറിയിലും ഒക്കെ വിടുന്ന പ്രവണത വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 10 കൊല്ലം 5 കൊല്ലം കൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രവണത വർദ്ധിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ പറയുന്നത്, അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്, കുട്ടിയുടെ വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ 3 വയസ്സ്. ഈ ആദ്യത്തെ 3 വയസ്സ് കുട്ടി വീട്ടിൽ നിന്ന് വളരണം എന്നുള്ളതാണ് അതിൻ്റെ മനഃശാസ്ത്രം, ഡെവലപ്മെൻ്റൽ സൈക്കോളജി. കൃത്യമായി കുട്ടിയുടെ പ്രകൃതം വെച്ചിട്ട് കണ്ടെത്തലുകളും ഗവേഷണങ്ങളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ആദ്യത്തെ 3 വർഷത്തിൽ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം വീട്ടിനകത്ത് വളരാനാണ് താല്പര്യം. കുട്ടിയുടെ പ്രകൃതം അങ്ങനെയാണ്. അങ്ങനെ കുട്ടി വളർന്ന ഒരു പ്രകൃതം, ടെമ്പറാമെൻ്റ് രൂപപ്പെടും 3 വയസ്സോടുകൂടി. അത് കോൺസ്റ്റൻ്റായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ടെമ്പറാമെൻ്റ്, കുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത്, താല്പര്യങ്ങൾ. അപ്പോൾ 3 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയുടെ താല്പര്യത്തിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരും. 3 വയസ്സ് തികഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു പ്രവണത, താല്പര്യം വരും. സമപ്രായക്കാരെ നിരീക്ഷിക്കുന്നതിനും, സമപ്രായക്കാരോട് ഒത്ത് കളി വരത്തില്ല, അത് 4 വയസ്സാകുമ്പോഴേ വരത്തുള്ളൂ. പക്ഷേ 3 വയസ്സാകുമ്പോൾ സമപ്രായക്കാരെ നിരീക്ഷിക്കും. അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള പ്രവണത വരും. പക്ഷേ 3 വയസ്സ് വരെ പുള്ളി അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 3 വയസ്സ് വരെ അകത്ത് നിർത്തി നോക്കാനുള്ള താല്പര്യവും അതിനുള്ള മുന്നൊരുക്കവും പ്രവർത്തനവും മാതാപിതാക്കൾ തയ്യാറെടുത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. 3 വയസ്സിന് മുൻപേ കുട്ടികളെ ഡേ കെയർ സെൻ്ററുകളിൽ പോകുന്ന കുട്ടികളിൽ അണുബാധയുടെ അളവ് കൂടുതലാണ്.
ഈ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി പോപ്പുലേഷനിലേക്ക് കൂടുതൽ വ്യാപരിക്കുമ്പം കുട്ടികളിൽ അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ചെറിയ പ്രായത്തിൽ. അതുകൊണ്ട് കുട്ടിയെ പുറത്തു വിടണ്ടെന്നല്ല, പക്ഷേ 3 വയസ്സ് വരെ കുട്ടി അകത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കുട്ടിയും അമ്മയും തമ്മിൽ ഇങ്ങനെ നിരന്തരമായ ഒരു ദ്വന്ദ്വാത്മകമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഡയാഡ് എന്ന് പറയും. അമ്മ കുട്ടി, കുട്ടി ഉള്ളിടത്തൊക്കെ അമ്മയുണ്ട്, അമ്മയുള്ളിടത്തൊക്കെ കുട്ടിയുണ്ട്. അങ്ങനെ ഒരു പരസ്പര പൂരകമായ ഒരു ബന്ധം അമ്മയും കുട്ടിയും തമ്മിൽ, അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത് ഉണ്ട്. അപ്പോൾ ആ ബന്ധം സ്വന്തം നിലയിൽ കുറച്ചും കൂടി അമ്മയിൽ നിന്ന് വേർപെട്ട ഒരു പ്രകൃതത്തിലേക്ക് കുട്ടി എത്തുന്നത് 3 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് 3 വയസ്സ് വരെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എമോഷണൽ ബോണ്ടിങ് ഉണ്ട് അമ്മയും കുട്ടിയും തമ്മിൽ, അമ്മയും അച്ഛനും അമ്മയും കുട്ടിയും തമ്മിൽ. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് വളർച്ച പൂർത്തിയാക്കി അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഒരു കുറച്ചൊരു ഗ്രാജുവൽ സെപ്പറേഷൻ്റെ ഒരു ഘട്ടമാണ് 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ 3 വയസ്സാകുമ്പോൾ കുട്ടി പാകമായി. ആ കുട്ടിയെ നമുക്ക് നഴ്സറി കൊണ്ടുവിട്ടാൽ കുട്ടി സന്തോഷത്തോടെ നഴ്സറിയിൽ വ്യാപരിക്കും, ഡേ കെയറിൽ. അതേസമയത്ത് 2 വയസ്സിനും 3 വയസ്സിന് മുമ്പേ കൊണ്ടുവിടുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ കുട്ടിയുടെ 3 വയസ്സ് വരെയുള്ള ടെമ്പറാമെൻ്റൽ ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കപ്പെടാതെയാണ് കുട്ടി പുറത്തേക്ക് പോകുന്നത്. പ്രിമച്വർ സെപ്പറേഷനാണ് സംഭവിക്കുന്നത്. ഈ പ്രിമച്വർ സെപ്പറേഷൻ എന്ന് പറയുന്നത് കുട്ടിയിൽ വൈകാരികമായ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, ഞങ്ങൾക്ക് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് അതിന്. ആ സാങ്കേതിക പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ആ സാങ്കേതിക പേരുകളിലേക്കൊക്കെ വരാം. ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഷഹനയാ. ശരി, ഷഹന ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോക്ക് 3 വയസ്സായി, 3 വയസ്സാകുന്നുണ്ട്. അപ്പൊ അവക്ക് വീട്ടിലൊറ്റയ്ക്ക് ഇതേവരെ അങ്കമാടിയിലോ ഒന്നും വിട്ടിട്ടില്ല. അംഗനവാടി വിട്ടിട്ടില്ല? ഇല്ല, 3 വയസ്സാകുന്നേ ഉള്ളൂ. നല്ല കാര്യം. അപ്പൊ ഇവള് വീട്ടിൽ ഇരിക്കുമ്പോ ഒറ്റയ്ക്ക്, ഞങ്ങൾ അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് അവള് ഇരിക്കുമ്പോ ഒറ്റയ്ക്ക് അവള് സ്വന്തമായിട്ട് തന്നെ സ്വന്തം കൈ, വലത്തെ കൈ അവളെ ശത്രുവിനെ പോലെ കണ്ടിട്ട് എന്നെ ഉമ്മച്ചി ഇവളെന്നെ അടിക്കുക എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. 3 വയസ്സുള്ള കുട്ടിയോ? ആ, അത് ശരി. അവള് സ്വന്തമായിട്ട് ഇമാജിനേഷൻ ചെയ്താണ് സംസാരിക്കുക. അവളെ കൈ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അക്രമവാസന ഉണ്ടോ അമ്മ? ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ? അപ്പൊ ചിലപ്പോ തന്നെ ഞാൻ ഇവക്കൊരു നുള്ളു കൊടുക്കട്ടെ ഉമ്മച്ചി, അവൾ എന്തിനാ എന്നെ ഉപദ്രവിക്കണെന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അമ്മയെ ഉപദ്രവിക്കുവോ കുട്ടി? ഇല്ല ഇല്ല. അമ്മയോട് വാശി കാണിക്കുവോ? തറയെ കിടന്നുരുളുക, തലയിട്ടിടിക്കുക, അല്ലെങ്കിൽ പറക്കി എറിയുക, ഇങ്ങനെയൊക്കെയുള്ള? അങ്ങനെയൊന്നുമില്ല. ഇല്ല ഇല്ല. ഇത് ഇങ്ങനെ വാശി പ്രകൃതം ഇല്ല? വാശി പ്രകൃതം വലുതായിട്ടൊന്നുമില്ല. എന്നിട്ട് വാശി പ്രകൃതം ഇല്ല, പക്ഷെ ഒരു കൈ വെച്ച് അമ്മയാണെന്ന് പറഞ്ഞിട്ട് ആ കൈക്ക് അടി കൊടുക്കുന്ന കളിയാണോ? എന്താ കളിയാണോ? കുട്ടി കളിക്കുകയാണോ? കളിക്കുമ്പോൾ എന്നാലും അവൾ എന്തെങ്കിലും പേപ്പറോ പേനയോ മറ്റവളെടുത്ത് അവളെ അടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരം. അമ്മ, ഞാൻ ചോദിക്കുന്നതേ, കുട്ടി കളി രൂപത്തിലാണോ ഒരു കൈയെ അമ്മയാണെന്ന് പറഞ്ഞ് അടിക്കുന്നത്, അതോ ദേഷ്യ രൂപത്തിലാണോ അടിക്കുന്നത്? കളി രൂപത്തിലാ. കളി രൂപത്തില്. എന്നിട്ട് പറയും ഒത്തിരി വേദനിക്കുന്നില്ല, അവള് ചുമ്മാ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവള് സ്വന്തമായിട്ട് അങ്ങ് പറയുക. ഇല്ല. അമ്മ കുട്ടിക്ക് അടി കൊടുക്കാറുണ്ടോ? ഇല്ല ഇല്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇല്ലെന്നുള്ള മറുപടി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കളി വരത്തില്ല. കളി രൂപത്തില് കുട്ടി അമ്മയെ അടിക്കുന്നുള്ള രീതിയിൽ അമ്മയെ സങ്കല്പിച്ച് കുട്ടി അടിക്കുന്നത് അവളെ കൂട്ടുകാരിയാ അല്ലെങ്കിൽ എന്റെ സഹോദരിയുടെ മോളയാ അങ്ങനെയുള്ള രീതിയിലാ പറയുന്നേ. എന്നെ ഉപദ്രവിക്കുമ്പോഴല്ല പറയുന്നേ. അമ്മയെ അടിക്കുന്നല്ല അമ്മ ആദ്യമേ അങ്ങനെ പറയുന്നേ. ഇവളെന്ന് പറഞ്ഞിട്ട് പറയുന്നേ. അത് എന്നെയല്ല ഉദ്ദേശിക്കുന്നേ. മറ്റൊരു കുട്ടി അടിക്കുന്ന രൂപത്തിലാണ് കളിക്കുന്നത്. അങ്ങനെയാണ് കളിക്കുന്നത്. ശരി ശരി, അത് കുഴപ്പമില്ല അമ്മ. അതിപ്പോ ഒരു വലിയ കാര്യമില്ല അമ്മ. ഞങ്ങളിപ്പോ ഇവിടെ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഈ 3 വയസ്സുള്ള കുട്ടി 3 വയസ്സ് പൂർത്തിയാക്കിയെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ കുട്ടിയെ ഏതെങ്കിലും ഒരു നഴ്സറിയിലോ അംഗനവാടിയിലോ വിടാം. 3 വയസ്സ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അമ്മയും കുട്ടിയുമുള്ള ഒരുമിച്ചുള്ള കളിപ്രവർത്തനങ്ങൾ അമ്മയ്ക്ക് തുടരാം വീട്ടിൽ. ഇനി നഴ്സറിയിൽ വിട്ടാലും അമ്മ വൈകുന്നേരം കുട്ടി വരുമ്പോഴത്തേക്ക് ദിവസേന 1 മണിക്കൂർ, രാവിലെ അരമണിക്കൂർ, വൈകിട്ട് അരമണിക്കൂർ എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ വൈകിട്ട് ഒരു മണിക്കൂർ എന്നുള്ള ക്രമത്തിലോ കുട്ടിയുമൊത്ത് ഈ കളിക്കുടുക്ക പോലെയൊക്കെയുള്ള ബുക്കുകളുണ്ട് 3 വയസ്സാകുമ്പം. അതുകൊണ്ട് നല്ലതാണ്. അത് ക്രയോൺസ് പെൻസിൽ വെച്ച് നിറം കൊടുക്കാം. അതിൽ പിന്നെ പടം വരയ്ക്കാം. ഇനി ആ പടത്തിനെ വിവരിച്ച് സിംഹം നിൽക്കുന്നു, മുയലിനെ ഇപ്പം പിടിക്കും, പാവം മുയൽ, ദുഷ്ടൻ സിംഹം എന്നൊക്കെ പറഞ്ഞ് പടം വിവരിച്ച് കഥ പറയാം. ഇങ്ങനെ അമ്മയ്ക്ക് കുട്ടിയുമൊത്ത് ചെലവഴിക്കാം. പക്ഷെ അമ്മ ഒരു കാര്യം നോക്കേണ്ടുന്നത്, ഈ കുട്ടി സങ്കല്പിച്ച് മറ്റൊരു കുട്ടിയെ അടിക്കുന്ന രൂപത്തിലുള്ള കളിയിൽ ഏർപ്പെടുമ്പോൾ
നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടുന്നത് കുട്ടിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അടി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കോള് കട്ടായെന്ന് തോന്നുന്നു. കട്ടായി. നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ, ഞാൻ രതീഷാണ് വയനാട് നിന്ന്. ശരി, രതീഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മോന് 2.5 വയസ്സുണ്ട്. പിന്നെ മോനെപ്പോഴും ഫോൺ എടുത്തിട്ട് പശുവിനെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശിയാണ്. അപ്പൊ നമ്മള് അവനെന്തായാലും ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ആദ്യം കരച്ചിന് മാറ്റാനൊക്കെ കുറച്ചു മുന്നേ മൊബൈൽ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഫുൾ ടൈം ആയിട്ട് മാറിയിരിക്കുകയാണ്. മൊബൈൽ കാണിക്കാതിരുന്നാല് കരയല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ഈ മൊബൈലിൽ എന്ത് പടമാണ് കാണേണ്ടത്? പശുവിന്റെ പടവാ? പശുവിന്റെ പടം മാത്രമാണ് അവൻ കാണുക. പശു അതിന്റെ പശുണ്ട്. പശുവിനെ തന്നെ കാണണമെന്ന് പറയുന്നത് പശുവിനെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? പശുവിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് മൊബൈൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാല് കാഴ്ചയ്ക്ക് പ്രശ്നം വരും, ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് അത് ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടേ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനുള്ള കഴിവ് ഉള്ള പേരൻസ് കുറവാണ്. കാരണം കുട്ടി കരയുമ്പോഴും കളിപ്പിക്കുമ്പോഴും പിന്നെ കുട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും കുട്ടിയെ ആഹാരം കഴിപ്പിക്കുന്നതിനും ഒക്കെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് TV ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ പറയുന്നത് 3 വയസ്സ് വരെ TV മൊബൈൽ ഒരു കാരണവശാലും കാണിക്കരുതെന്നുള്ളതാണ്. തുടർന്നും മൊബൈൽ കളിക്കാൻ കൊടുക്കുന്നതും വീഡിയോ ഗെയിമിലേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് നല്ലതല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് മൊബൈൽ ഉപയോഗിക്കുന്നതും മൊബൈലിൻ്റെ കൊടുക്കുന്നതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒപ്പം കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കളിയെന്ന് പറയുന്നത്, ഈ 2.5 വയസ്സുള്ള കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്ന് പറയുന്നത് ഈ പടമുള്ള ബുക്കുകളുണ്ട്, പിക്ചേഴ്സ് മാത്രമുള്ള ബുക്കുകളുണ്ട്. ആ പിക്ചേഴ്സ് മാത്രമുള്ള ബുക്കുകൾ വെച്ചിട്ട് അതിനകത്തുള്ള പടങ്ങൾ കാണിച്ച ആനിമൽസിന്റെ പേര് പറയുകയും കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. ആനിമൽസിന്റെ ആക്ഷൻ കാണിക്കുക, കുട്ടി ആനിമൽസിന്റെ പേര് പറയുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കുകൾ കിട്ടും, പ്രത്യേകം കളറിങ്ങിനുള്ള ബുക്കുകൾ കിട്ടും. ഇപ്പൊ 2.5 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ക്രയോൺസൊക്കെ കൈ കൊടുത്താൽ പിടിക്കുകയും കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടിയെ ബുക്കിലോട്ട് കുത്തി വരയ്ക്കാനൊക്കെ പ്രേരിപ്പിക്കുകയും കുത്തി വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഗംഭീര ഉഗ്രൻ കൊള്ളാന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ കവിളൊക്കെ പിടിച്ച് സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധ ഡിസ്ട്രാക്ഷനിലൂടെ നമുക്ക് കുട്ടിയുടെ മൊബൈലിലുള്ള പശുവിൻ്റെ ശ്രദ്ധ നമുക്ക് ഇത്തരം മറ്റ് കളിപ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് വലിയ പാടൊന്നുമില്ല. കാരണം 2.5 വയസ്സുള്ള കുട്ടി ഞാൻ പറഞ്ഞ രീതിയിലുള്ള കളിപ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പ്രായമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡോക്ടർ ഒരു സംശയം കൂടെ. ഏതാ? ഒരു സംശയം കൂടെ ഉണ്ട്. ചോദിച്ചോളൂ. ഇപ്പൊ ഭാര്യ 7 മാസം ഗർഭിണിയാണ്. അപ്പം അടുത്ത കുട്ടി ഉണ്ടാകുമ്പോ ഇതിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇതിലില്ല. ഇപ്പം ഇവന് 2.5 വയസ്സ്, 2.25 വയസ്സ്. അമ്മ ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു 3 മാസം കൊണ്ട് എടുക്കുന്നു. 3 വയസ്സ് ഗ്യാപ്പ്. 3 വയസ്സ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഐഡിയൽ ഗ്യാപ്പാണ്. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്പേസിംഗ് ആണ്. ബിറ്റ്വീൻ 2 ചിൽഡ്രൻ ആണ് 3 years. സോ യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. 3 വയസ്സേ ഗ്യാപ്പ് ഉള്ളെങ്കിൽ സിബ്ലിംഗ് റൈവൽറിയൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. സിബ്ലിംഗ് റൈവൽറിയൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ആകെയുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പുതിയ കുട്ടി വരുന്നവരെല്ലാവരും കൂടെ ഇയാൾ മുമ്പിൽ നിന്നാലും അയാളെ മുമ്പിൽ കൂടെ അകത്ത് കയറി പുതിയ കുട്ടിയെ കാണാനായിട്ട് എല്ലാവരും കൂടെ ശ്രമിക്കും. അപ്പോൾ ഈ പുതിയ കുട്ടിയെ കാണുന്ന പ്രക്രിയ, പുതിയ കുട്ടിയെ ഒരുക്കുന്നു, പുതിയ കുട്ടിയെ കുളിപ്പിക്കുന്നു, പുതിയ കുട്ടിക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കളിപ്രവർത്തനങ്ങളിൽ ഈ കുട്ടിയെയും കൂടെ ഉൾപ്പെടുത്തുക. ഇത് ആൺകുട്ടിയാ പെൺകുട്ടിയാ? ആൺകുട്ടിയാണ്. അപ്പോൾ മോനെ നമുക്ക് പിന്നെ വാവയെ ഒരുക്കാം, അല്ലെങ്കിൽ വാവയ്ക്ക് പൗഡർ ഇട്ട് കൊടുക്കാം, മുംബൈ ചീപ്പ് എടുത്തുകൊണ്ട് പോവാം, മുംബൈ പൗഡർ എടുത്തുകൊണ്ട് പോവാം, മുംബൈ ടവൽ എടുത്തുകൊണ്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ മതി. അതിൽ നിങ്ങൾ ഒരുപാട് കൺസേൺഡ് ആകേണ്ട കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഡോക്ടർ, ഈ കുട്ടികളുടെ സ്വഭാവം നല്ല രീതിയിൽ രൂപപ്പെടാൻ ആദ്യം ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ നിയന്ത്രണമില്ലാതെ അവരെ വളർത്തുക എന്നതാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഏത് രീതിയിലായിരിക്കണം ശിശു പരിപാലനം? ഈ ശിശു പരിപാലനത്തിൽ എല്ലാത്തിനകത്തും ഒരു നിരീക്ഷണമുണ്ട്. എല്ലാത്തിനകത്തും എന്ന് വെച്ചാൽ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷണമല്ല. കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, കുട്ടിയുടെ താല്പര്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ശ്രദ്ധാലുവായി ഇരിക്കേണ്ടതുണ്ട്. കെയർഫുൾ എന്നുള്ള അർത്ഥത്തിൽ
ശ്രദ്ധാലുവായിരിക്കേണ്ടതുണ്ട്. കുട്ടിക്ക് സ്വതന്ത്രമായ കളിയിൽ ആദ്യത്തെ ഒരു 3 വയസ്സിൽ കുട്ടിക്ക് സ്വതന്ത്രമായ കളിയിൽ ഏർപ്പെടാനുള്ള താല്പര്യമുണ്ട്. ആദ്യത്തെ 1 വയസ്സിൽ അമ്മയും കുട്ടിയും കൂടെ മുഴുവൻ സമയവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ആദ്യത്തെ 1 വയസ്സിൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ പരമാവധി കുട്ടിയോടൊപ്പം ഒരുമിച്ചിരിക്കുന്നതിനും കുട്ടിയെ എടുക്കുന്നതിനും കുട്ടിയെ ലാളിക്കുന്നതിനും കുട്ടിയെ പ്രവർത്തനങ്ങളെല്ലാം പറ്റുമെങ്കിൽ അമ്മ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അമ്മൂമ്മമാരെയും സർവന്റിനെയും കുട്ടിയെ കുളിപ്പിക്കാൻ ഏൽപ്പിക്കുന്നതിന് പകരം അമ്മ തന്നെ. ഡോക്ടർ, ഈ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണ്. മറ്റുള്ളവർക്ക്, അതായത് ഡേ കെയർ സെന്ററിലേക്ക് പറഞ്ഞു വിടാതെ അല്ലെങ്കിൽ അപ്പൂപ്പനെയും അമ്മൂമ്മയെ ഏൽപ്പിക്കാതെ സ്വന്തം കുട്ടിയുടെ കാര്യം നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അമ്മൂമ്മമാർ നോക്കുന്ന കുട്ടിയെ ഇപ്പോൾ ഇവിടെ ഒരു 10 കുട്ടികളെ കൊണ്ട് നിർത്തും 3 വയസ്സുള്ള. ഒന്നും പറയാതെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും അമ്മമ്മ നോക്കിയ കുട്ടിയെ അമ്മ നോക്കിയ കുട്ടിയെ വ്യത്യാസത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ഈ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒഴിവാക്കാൻ പറ്റുമോ, നമ്മൾ ചെയ്യേണ്ട ഏതൊക്കെ ജോലികളും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റുമോ എല്ലാം ഏൽപ്പിക്കാം. പക്ഷെ ഇത് മാത്രം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അയ്യപ്പൻ കഴക്കൂട്ടത്തിൽ നിന്നാണ്. ശരി, അയ്യപ്പദാസ് ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ പറയൂ. സാർ ഞാൻ എന്റെ വൈഫിന് ജോലിയുണ്ട്. അപ്പോ ഞാൻ മോളെ നോക്കുന്ന കൂടുതൽ ഞാനാണ്. അപ്പൊ വൈഫ് ഹാഫ് ടൈം മാത്രം വൈഫ് മോളോടുണ്ട്, അവള് ബാക്കി കൂടുതൽ എന്റെ കൂടെയാണ്. അപ്പൊ അതിനെന്തെങ്കിലും വേറെ അതിനെന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാൻ അഡ്വൈസ് എന്താ, കുട്ടിക്ക് എന്തെങ്കിലും ഞാൻ നോക്കേണ്ട എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വൈകിട്ടാകുമ്പോ അവള് മകളെ അമ്മയെ കാണുമ്പോ എന്നോടുള്ള സ്നേഹം അവളെ കുറച്ച് കുറയും. അമ്മയെ കാണുമ്പോ നിങ്ങളോടുള്ള സ്നേഹം കുറയും. അല്ലാണ്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതെ, അമ്മയെ കാണുമ്പോ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞ് കുട്ടി അമ്മയുടെ അടുത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. കാരണം കുട്ടി നല്ല രീതിയിൽ ശരിയായ രൂപത്തിൽ വളരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതെ, അപ്പൊ ഞാൻ എന്താണ് അതിന് ഞാൻ അവളെ നോക്കേണ്ട രീതിയിൽ അങ്ങനെയാണ്? ഇല്ല ഇപ്പൊ നിങ്ങൾ നല്ല ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം കുട്ടി നിൽക്കുകയും ചെയ്യുന്നു എന്ന അമ്മ വരുമ്പം എന്തൊക്കെയാണെങ്കിൽ വളരുന്ന കുട്ടിയെ സംബന്ധിച്ചും ചെറിയ കുട്ടിയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനം അമ്മ തന്നെയാണ്. അമ്മയുടെ സാന്നിധ്യം ഉണ്ടല്ലോ. അമ്മ ജോലിക്ക് പോകണമെങ്കിലും പിന്നീട് അമ്മ വരുന്നുണ്ട്. അപ്പോൾ അമ്മയും കുട്ടിയുമായി നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അമ്മ കൂടെ ഇല്ലെങ്കിലും അമ്മ വന്നു കഴിയുമ്പം കുട്ടി കൂടുതലായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ മനഃശാസ്ത്രം കുട്ടിക്ക് അമ്മയെ വേർതിരിച്ചറിയാം, നിങ്ങളെ വേർതിരിച്ചറിയാം. അമ്മയുടെ സാന്നിധ്യം കുട്ടി ഇഷ്ടപ്പെടുന്നു, അമ്മയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടിക്കുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ അമ്മയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല, അമ്മ കുട്ടിയെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നു, ആ വരാത്തത് കൊണ്ട് അമ്മയോടുള്ള ഒരു ദേഷ്യമുള്ള ചില കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയോടൊപ്പം പോകാൻ മടിക്കുകയും ഒരു മടി കാണിക്കുകയും ചെയ്യും. ഞങ്ങൾക്കതിന് ചില വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളിപ്പോൾ നല്ല ജോലിയാണ് ചെയ്യുന്നത്, അമ്മയും നല്ല ജോലിയാണ് ചെയ്യുന്നത്, കുട്ടി ശരിയായ രൂപത്തിൽ മുമ്പോട്ട് പോകുന്നു. നിങ്ങളിനി കൂടുതലായിട്ട് അധികമൊന്നും ചെയ്യാനില്ല. പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ള ആകെയുള്ള ഒരു കാര്യം കുട്ടിയുമൊത്ത് കളിപ്രവർത്തനത്തിൽ ഏർപ്പെടുക. തീർച്ചയായും ഡോക്ടർ, എനിക്കൊന്ന് ഇക്കാര്യത്തിൽ നമ്മൾ അത് ചിന്തിച്ച് ഇക്കാര്യങ്ങൾ വഷളാക്കുകയാണെന്ന് തോന്നുന്നു. ഈ പ്രേക്ഷകൻ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കളിപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ്. പടം കാണിച്ച് പേര് പറയാം, പടം കാണിച്ച് ആക്ഷൻ കാണിക്കാം, ക്രയോൺസ് വെച്ച് നിറം കൊടുക്കാം. എനിക്ക് തോന്നുന്നു 2.5 വയസ്സുള്ള കുട്ടിയുടെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കളികളെല്ലാം കുട്ടിയുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സമയപരിമിതി ഉണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശിശുപരിപാലനത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് നമ്മളിവിടെ നിർത്തിയാണ്. വളരെയധികം നന്ദി ഡോക്ടർ നമ്മുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.